കണ്ടിട്ടുണ്ട് മാതാപിതാ ഗുരു ദൈവം എന്ന്. മാതാവും പിതാവും കഴിഞ്ഞ് ഗുരു, അത് കഴിഞ്ഞ് ദൈവമുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മാതാവും പിതാവും ഗുരുവും ദൈവവും എല്ലാം ഗുരുവാണെന്ന് തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല ആ കഥ. എല്ലാ ദിവസവും ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോ കുട്ടികളോടായിട്ട് പറയുമായിരുന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം പറയും, ഐ ലവ് യു മൈ സ്റ്റുഡൻസ് എന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുമായിരുന്നു. പക്ഷെ ഒരു കുട്ടിയോട് മാത്രം ടീച്ചർ അത്ര ഇഷ്ടത്തോടെ അല്ല പറഞ്ഞിരുന്നത്. ഉള്ളിൽ ഒരല്പം മടിയുണ്ടായിരുന്നു ഐ ലവ് യു പറയാനായിട്ട്. മറ്റു കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യുമ്പോൾ ഹോംവർക്ക് ചെയ്യാതെ വരുന്നൊരു കുട്ടി, മുടി നന്നായി ചീകി വെക്കാൻ പറഞ്ഞാൽ കേൾക്കാതെ വരുന്ന ഒരു കുട്ടി, യൂണിഫോം ഒന്നും അത്ര വൃത്തിയായി കഴുകി സൂക്ഷിച്ചു കൊണ്ടുവരാത്ത ഒരു കുട്ടി. സ്വാഭാവികമായിട്ട് ടീച്ചർക്ക് ആ കുട്ടിയോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. മാർക്കിടുമ്പോഴൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും ഈ മോന് മാർക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ക്ലാസ്സിൽ ഏറ്റവും ബേക്കിലായവൻ, അവസാനത്തെ ആളായി മാറിയവൻ. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഒരു ദിവസം പ്രിൻസിപ്പൽ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ആ മോന്റെ പ്രോഗ്രസ് കാർഡ് കാണിക്കുവാൻ പറഞ്ഞു. കാണിച്ചപ്പോ ഏറ്റവും ബേക്കിലാണ് ഈ കുട്ടി. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മോന്റെ പ്രോഗ്രസ് കാർഡ് പ്രിൻസിപ്പൽ ഈ ടീച്ചറിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ക്ലാസ് ഫസ്റ്റ് ആണ്. അപ്പൊ ഈ ടീച്ചർ അന്തം വിട്ടുപോയി. എന്താ സംഭവിച്ചത്? ഇത്രയും മിടുക്കനായിരുന്നു ഇവൻ, പിന്നെന്താ സംഭവിച്ചത്? കഴിഞ്ഞ വർഷമാണ് അവന്റെ അമ്മ മരിച്ചുപോയത്. പിന്നെ അവന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല. അസുഖം വന്ന അമ്മ മരിച്ചു, വീട്ടിൽ വേറെ ആരുമില്ല, അവൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കി വരുന്നതെന്ന് പറഞ്ഞു. ടീച്ചർക്ക് വലിയ സങ്കടമായിപ്പോയി. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോ എല്ലാവരോടും ഐ ലവ് യു എന്ന് പറയുമ്പോ ഈ മോനെ മാത്രം ടീച്ചർ ഒന്നുകൂടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഐ ലവ് യു വെരി മച്ച് മൈ ഡിയർ ബോയ് എന്ന് പറഞ്ഞു. ആ മോന് വലിയ സന്തോഷമായി. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അവന്റെ പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റം, നന്നായി പഠിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ കഴിയുന്ന സമയത്ത്, എല്ലാവരും പിരിയുന്ന സമയത്ത് മറ്റു കുട്ടികളൊക്കെ മികച്ച സമ്മാനങ്ങൾ കൊണ്ട് ഈ ടീച്ചർക്ക് സമ്മാനിച്ചു. ഈ മോന് കൊടുക്കാൻ വേറൊന്നുമില്ലായിരുന്നു. അവൻ ഈ ടീച്ചർക്ക് കൊണ്ട് കൊടുത്തത് ഒരു പകുതിയായ ഒരു പെർഫ്യൂമും മാത്രമാണ് കൊടുത്തത്. ഒരു പൊതിഞ്ഞ ഒരു പേപ്പറിൽ കൊണ്ട് കൊടുത്തു. ടീച്ചർ ആ പെർഫ്യൂം വാങ്ങി തന്റെ വസ്ത്രത്തിൽ അടിച്ചു, സ്പ്രേ ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞു, ടീച്ചർക്കിപ്പോ എന്റെ അമ്മയുടെ മണമാണ്. മരിക്കുന്നതിന് മുമ്പ് അമ്മ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂം അവൻ കാത്തു വെച്ചിരുന്നു. ടീച്ചർക്ക് കൊടുത്തു. വർഷങ്ങൾ കടന്നുപോയി. വിദ്യാഭ്യാസത്തിന്റെ ഉന്നതികൾ തേടി അവൻ പൊയ്ക്കൊണ്ടേയിരുന്നു. എപ്പോഴൊക്കെയോ ടീച്ചർക്ക് ഒരു കത്തയക്കുമായിരുന്നു അവൻ. അപ്പോഴൊക്കെ പറയും, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഒരുപാട് അധ്യാപകരെ കാണുന്നുണ്ട്, പക്ഷേ ടീച്ചറോളം നല്ലൊരു ടീച്ചറെ ഞാൻ കണ്ടിട്ടേയില്ല. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരിക്കൽ ടീച്ചർ റിട്ടയർഡായി. ടീച്ചറുടെ അഡ്രസ്സിൽ ഒരു കത്ത് വരുന്നു. ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ വിവാഹമാണ്, ടീച്ചർ വരണം, ഉറപ്പായും വരണം, ഞാൻ ടീച്ചർക്ക് വേണ്ടി കാത്തിരിക്കും, ഡോക്ടർ ട്രോയ്. ടീച്ചർക്ക് മനസ്സിലായി, മോനെ അറിയാലോ. വർഷങ്ങൾ കടന്നുപോയി. കല്യാണത്തിന് പോകാൻ തീർച്ചയായിട്ടും ടീച്ചർ ചെന്നു. വലിയ കെങ്കേമമായ കല്യാണമാണ് നടക്കുന്നത്. ടീച്ചർ ഏറ്റവും ബേക്കിൽ പോയി നിന്നു. അപ്പോ അകലെ നിന്ന ടീച്ചറെ അടുത്തേക്ക് വിളിച്ചു, ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞു. ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ടീച്ചറുണ്ട്, റിസർവ് ഫോർ മൈ മദർ, എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം കരുതി വെച്ചിരിക്കുന്ന ഒരു ചെയർ. ആ ചെയറിലേക്ക് തന്റെ ടീച്ചറെ കൊണ്ടിരുത്തി. അതിനുശേഷം ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ ഇദ്ദേഹം സ്റ്റേജിൽ നിന്ന് പറയുകയായിരുന്നു, ഈ ടീച്ചർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ നിൽക്കുന്ന ഡോക്ടർ ട്രോയ് ഇന്നുണ്ടാവില്ലായിരുന്നു എന്ന്. വളരെ ആത്മാർത്ഥതയോടെ, വളരെ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, നിറഞ്ഞ കണ്ണുകളോടെ അയാൾ പറഞ്ഞു. അതിനേക്കാൾ സന്തോഷത്തോടെ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്, മോനെ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു നല്ല അധ്യാപികയാകില്ലായിരുന്നു എന്നാണ്. അങ്ങനെ പരസ്പരം പങ്കിട്ടെടുത്ത സ്നേഹം. ഒരേ സമയം നമുക്ക്
ട്രോയുടെ അമ്മയായും അച്ഛനായും ഗുരുവായും ദൈവമായും മാറിയ ഒരു ടീച്ചർ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മാതാവും പിതാവും ഗുരുവും ദൈവവുമാണ് നമ്മുടെ അധ്യാപകർ. എവിടെ പോയാലും നമുക്ക് അറിയാലോ, നമ്മൾ 10th ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോരോ മേഖലകളാണ് കീഴടക്കി പോകാറുള്ളത്, മുമ്പോട്ട് പോകാറുള്ളത്. പക്ഷെ ഏത് പോസ്റ്റിലാണെങ്കിലും ഏത് സ്ഥാനത്താണെങ്കിലും നമ്മൾ നമ്മുടെ അധ്യാപകരെ കാണുമ്പോൾ എന്ത് സ്നേഹമാണ്. ഓടിച്ചെന്ന് നമ്മൾ പറയും സിസ്റ്റർ, അല്ലെങ്കിൽ ടീച്ചറോട് ചേർന്ന് നിൽക്കാനും